ഹലോ! ക്യാമ്പിലായതുകൊണ്ട് മുല്ലയ്ക്കച്ചെറുപ്പ് മിസ്സായി. അതുപോലെ ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവൽ മിസ്സാക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. അച്ഛനും അമ്മയും ചേച്ചിയും അമ്മൂമ്മയും എല്ലാവരും ഉണ്ട്. അപ്പം നേരെ വണ്ടിയിൽ അങ്ങനെ ബീച്ചിലെത്തിയിട്ട് അങ്ങോട്ട് നടക്കുക ബീച്ച് ഫെസ്റ്റിവലിലോട്ട് പോകാനായിട്ട്. ആ ബീച്ച് ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടപ്പാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് അപ്പോഴാ പ്ലാൻ ഇട്ടത് ഏതെങ്കിലുമൊക്കെ ഒരു റൈഡിൽ കയറണമെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് എയ്റോപ്ലെയിനിൽ കറങ്ങുന്ന മറ്റേ സ്പീഡിൽ കറങ്ങുന്ന സാധനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ കയറി. അവൾക്ക് നല്ല പേടിയുണ്ട്, എനിക്കും പേടിയുണ്ട്. ഇത് നല്ല രീതിയിൽ കറക്കി കഴിയുമ്പോൾ നമുക്ക് നിലത്ത് വരുമ്പോൾ നല്ല തലകറക്കം വരും, അവൾ വീഴാനൊക്കെ പോയി. അപ്പോഴാണ് ഞങ്ങൾ എൻ്റെ കൊച്ചിച്ചനെയും ചിറ്റയും അനിയനെയും അനിയത്തെയും എല്ലാം കണ്ടത്. പിന്നെ അവരുമായിട്ടായിരുന്നു ഞങ്ങൾ കറക്കം. അതൊരു അൺഎക്സ്പെക്റ്റഡ് മീറ്റായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല അവർ വരുമെന്ന്. അങ്ങനെ കണ്ട് പിന്നെ ഞങ്ങൾ 4 പേരായിട്ടായിരുന്നു ജിൽ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ച്. ഈ പാനിപ്പൂരി ഞാൻ കഴിച്ചില്ല, ചേച്ചി കഴിച്ച്. ചേച്ചി കഴിക്കുമ്പോൾ തന്നെ അവളുടെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയും ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കഴിക്കുന്നതുകൊണ്ട് അച്ഛന് ഇഷ്ടപ്പെട്ടു. അച്ഛൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അച്ഛൻ കഴിച്ച്. പിന്നെ നൈസായിട്ട് ഞങ്ങൾ അവരെ ഫാമിലി എല്ലാം കൂടെ ഇരുത്തിയിട്ട് ഞങ്ങൾ 4 പേരും കൂടെ കറങ്ങാൻ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഓരോരോ സാധനമൊക്കെ കഴിച്ച്. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരിയും അനിയനെയും കണ്ടത്. പിന്നെ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ അവർ മറ്റേ വേഫേഴ്സ് മേടിച്ച്. അത് ചേച്ചിയും അനിയനുമാണ് മേടിച്ചത്. എന്നാലും നമ്മൾ ഇടയ്ക്കിട്ട് കഴിക്കണമല്ലോ. നൈറ്റ് ലൈഫിൽ വന്ന് അത് മേടിച്ച് കഴിച്ചാലേ ഒരു ഇതുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും അനിയത്തിയും കൂടെ ഷവർമ മേടിച്ച്. അവിടെ ചിക്കനെല്ലാം അന്നത്തെ ദിവസം ക്ലോസ് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ ബീഫ് ഷവർമ മേടിച്ചത്. പിന്നെ അനിയൻ്റെ തുളത്ത് കയറി നിന്ന് നടന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുളക് ബജിയും മേടിച്ച് വീട്ടിലോട്ട് പോവുക. ടാറ്റാ.